സോ ഗൈസ്, അങ്ങനെ വെളുപ്പിന് 4 മണിക്ക് ഞങ്ങള് ഗോട്ട്, അതെ, വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മൂവി കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ. അപ്പം സിനിമ എങ്ങനെയുണ്ട് നോക്കുന്നതിന് മുന്നേ എല്ലാരും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. വിജയ് ഫാൻസ് എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചോക്ക്. സോ എന്തായാലും വെങ്കട് പ്രഭു ഹീറോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മൂവിയില് വിജയിനെ ത്രൂ ഔട്ട് കാണിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെ. അതായത് നമ്മള് സ്ഥിരം കാണുന്ന ഒരു വിജയ് ആണോ എന്ന് തോന്നിപ്പോവും. ഞാൻ ഇതിന്റെ സസ്പെൻസും കാര്യങ്ങളൊന്നും പൊളിക്കുന്നില്ല, ബിക്കോസ് ഇതിനകത്ത് കുറെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ പേര് ഡീകോഡ് ചെയ്ത കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ എന്തായാലും നമുക്കൊരു നോർമൽ ഒപ്പീനിയനിലേക്ക് ഫസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ബേസിലായി ഈ പടം കണ്ടിട്ട്? ഓവറോള് അടിപൊളിയായിട്ടുണ്ട്. ഒരു വിജയ് എലമെന്റ്സ് ഒന്നും അവിടെ ഇല്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ട് പടം. ഓക്കെ, അപ്പം നന്ദു എന്താണ് പറയുന്നത്? വളരെ ഒരു നല്ലൊരു ഫിലിം തന്നെ പറയാം അല്ലെ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, ഓരോരുത്തർക്ക് ഓരോ കാഴ്ച. ഒന്നാമത് ഞങ്ങൾ 4 മണിക്കാ വന്ന് കാണുന്നത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. സോ ഞങ്ങളുടെ റിവ്യൂ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഷോ ആണ്. ഒരു എക്സ്പെക്ടേഷനും അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാണ്ട് ഞങ്ങൾ വന്ന് കാണുന്നതാണ്. സോ പിന്നെ ഞങ്ങൾ എനർജിയും ആ ഒരു രീതിയിൽ കുറവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. സോ എന്തായാലും വെങ്കട് പ്രഭു പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഒരു വേറൊരു എലമെന്റ് കംപ്ലീറ്റ്ലി ഉണ്ട്. അതായത് നമ്മളിപ്പം ത്രൂ ഔട്ട് എല്ലാവരും വിജയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ വിജയ് മാറ്റണം എന്നൊക്കെ പലരും പറയുന്നു. പക്ഷെ എന്നാൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളില്ലേ, ആ സംഭവങ്ങളൊക്കെ കുറച്ച് ചുരുക്കി. പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഫസ്റ്റ് ഹാഫും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. മേക്കിങ്ങും VFX ഒക്കെ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ അത്ര ബോറായിട്ടൊന്നും ഒരു സ്ഥലത്തും തോന്നിയില്ല. സിനിമോട്ടോഗ്രാഫി ഒക്കെ ആണെങ്കിലും ഒരു വേറെ ലെവലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് ഇതൊരു ആക്ഷൻ പടമാണെങ്കിൽ കൂടിയും ഫാമിലിനെയും കൂടി ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഈ സിനിമയുടെ റിതം അങ്ങനെയാണ് പോകുന്നത്. അതായത് സ്ലോ പേസ് തുടങ്ങി പിന്നെ മെല്ലെ 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 കഥകളിലേക്ക് അതായത് 3 മണിക്കൂർ ഈ സിനിമയ്ക്ക് ദൈർഘ്യമുണ്ട്. വെങ്കട് പ്രഭു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഒരു സീനും അദ്ദേഹത്തിന് കട്ട് ചെയ്യുന്നത് ആലോചിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം. സോ ഒബിയസ്ലി അതാ 3 മണിക്കൂർ നമുക്ക് എവിടെ ലാഗ് അതായത് ഒരു എൻഗേജ്മെന്റ് നമുക്കുണ്ട്. നമ്മൾ ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു എൻഗേജ്മെന്റ് ഒരു ത്രൂ ഔട്ട് ഈ മൂവിയിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പാട്ടുകൾ കറക്റ്റ് ഇല്ലേ. പിന്നെ BGMന്റെ കാര്യത്തിലും നമ്മൾ ഈ അനിരുദ്ധിന്റെ കേട്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. അത് എനിക്കറിയില്ല. ആദ്യത്തെ ഹാഫില് മാത്രമേ പ്രശ്നം വന്നിട്ടുള്ളൂ. രണ്ടാമത്തെ തുടക്കം മുതലേ ഉള്ളൊരു ഹൈപ്പ് വരുന്നില്ല എന്നുള്ളു. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോ അതായത് ആ ഒരു എന്താ നമുക്ക് പറയാം, അത് മോശമാണെന്നും പറയാൻ പറ്റില്ല, നല്ലതാണെന്ന് പറയാം. അങ്ങനെ നല്ലതെന്ന് അങ്ങനെയല്ല ഞാൻ പറയാം. ഒരു എന്താ തുടക്കത്തിലുള്ള പ്രശ്നങ്ങളുള്ളൂ. അതായത് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് എലമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു വിജയുടെ ഇനി അധികം പടം അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞ പല പടത്തിന്റെയും റെഫറൻസ് പല സീനുകളിലും പല ഷോട്ടുകളിലും കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ അത് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ വെച്ചാണ് പല ഷോട്ടുകളും മറ്റേ ഇത് എന്താ അതിന് പറയാ സ്പോയിലർ ഇല്ല. അതെന്തായാലും ഷൂട്ടിംഗ് ചെന്നൈ നമ്മളെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നപ്പോ തന്നെ അതിന്റെ ഏകദേശം ഉണ്ടായിരുന്നു. പിന്നെ ട്രെയിലറിലും ഉണ്ടായിരുന്നു. അതന്നെ ഡാൻസിന്റെ കാര്യത്തിൽ ഒന്നും പറയാനല്ലോ. ഈ മനുഷ്യൻ ഡാൻസ് എല്ലാരും അവരുടെ ആ ഒരു ടീമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജയറാമേട്ടൻ ഫസ്റ്റ് ആ ഒരു രസമുണ്ട്. എല്ലാ ടൈമിലും രസമുണ്ട്. പിന്നെ ട്രെയിൻ ഫൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈറ്റ് കൊറിയോഗ്രാഫി ഒക്കെ രസമുണ്ട്. അതായത് ഇത് നമ്മൾ ഈ ലിയോ കണ്ടിട്ട് അങ്ങനത്തെ ഒരു വിലയിരുത്തൽ വരരുത്തരുത്. ആ ഫൈറ്റ് അല്ല ഈ ഫൈറ്റ്. വിജയ് ഫാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറി ഒരു വിജയുടെ നോർമൽ ഒരു പടം, നല്ല രസമുള്ള ഒരു പടം കാണാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വർത്തായിരിക്കും. നല്ല പടമാണ്. അതെ അങ്ങനെയൊക്കെ. അതായത് നമുക്കിപ്പോ അത് നമുക്ക് പറയാൻ പറ്റില്ല ആർക്കൊക്കെ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ട നടിമാര് അങ്ങനെ അതൊക്കെ സ്പോയിലറാണ്. ഇതിനകത്ത് കുറെ സ്പോയിലർ സാധനങ്ങളിൽ ഞാൻ അതൊന്നും പറയുന്നില്ല. ബിക്കോസ് പിന്നെ അങ്ങനെ കുറെ സ്പോയിലേഴ്സ് ഉണ്ട്. അതായത് സ്പോയിലർ അതായത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുറച്ച് സ്പോയിലറുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ സ്പോയിലറുകളും കാര്യങ്ങളും ഇടാണ്ടിരിക്കുക. അതുപോലെ കുറെ എലമെന്റ്സ് ഉണ്ട്. അപ്പം അതൊന്നും എവിടെയും ഷെയർ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. ഞങ്ങളും അധികം സ്പോയിലറും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് അതൊക്കെ എന്തായാലും ഓൾറെഡി ട്രെയിലറിലാണല്ലോ. അതൊക്കെ നമുക്ക് കണ്ടറിയാം. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഞങ്ങള് കൂടുതൽ നേരം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ കഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടേയിരിക്കും. സോ ഇതാണ് ഇപ്പം ഞങ്ങൾക്ക് ആ ഒരു മൂവി കണ്ടതെന്ന് ഞങ്ങൾക്ക് കിട്ടിയ സംഭവം. ഞങ്ങൾ 4 മണിക്കാണ് ഷോ കണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഷോ ആണ്.
അപ്പം ആ ഒരു ഇത് എന്തായാലും ഒരുപാട് വിജയ് ഫാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു 4 മണിക്ക് പോലും ഫാമിലി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ 8 മണിക്കാന്ന് തോന്നുന്നു ഷോ. ആ അപ്പൊ നമുക്ക് ഇവിടെ കേരളത്തിൽ 4 മണി ആ ഒരു ടൈമിലാണ്. സോ അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഈ ഒരു മൂവിനെ പറ്റി പറയാനുള്ളത്. യെസ്. അപ്പം ഞങ്ങൾക്ക് ഇതാണ് തോന്നിയുള്ളത്. സോ എന്തായാലും മൂവിന്റെ ഒരു ഡീറ്റെയിൽഡ് സാധനം നമ്മൾ കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കിടിലൻ സാധനം ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ എന്റെ ഒരു പ്രൊഡിക്ഷൻ തെറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ അല്ല ഈ കഥ പോയിട്ടുള്ളത്. ഞാൻ ഈ 8 മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ജെമിനി എന്ന് പറയുന്ന മൂവിന്റെ ഒരു റീമേക്ക് ആണെന്നുള്ള. സോ അതല്ല കേട്ടോ, അതല്ല. ഇതൊരു വെങ്കിട് പ്രഭു പടമാണ്. വെങ്കിട് പ്രഭുവിന്റെ പടങ്ങൾ കണ്ടിട്ടുള്ള, മങ്കാത്തയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അതിനകത്ത് കുറെ എലമെന്റ്സുകളും ഡയലോഗുകളും റെഫറൻസുകളും കാര്യങ്ങളൊക്കെ മൂപ്പിലിടുന്നതാണ്. അതുപോലെ തന്നെ കുറെ സാധനങ്ങളൊക്കെ എന്തായാലും പുള്ളി ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണ്. സോ എന്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.